ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ഒരു തുറന്നു പറച്ചിൽ കഴിഞ്ഞ ദിവസം ഒരു നടി നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അത് നമുക്കറിയാം, നടി വിൻസി അലോഷ്യസ്. എന്നാൽ നടി വിൻസി അലോഷ്യസിനെ കാത്തിരിക്കുന്നത് ദിലീപ് കേസിലെ അതിജീവിതയുടെ അവസ്ഥയാണ് എന്നാണ് ശാന്തിവിള ദിനേശ് എടുത്തു പറയുന്നത്. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ ഒരു ഇന്റർവ്യൂവിലൂടെയാണ് ശാന്തിവിള ദിനേശ് ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹം തുറന്നു പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു തുറന്നു പറച്ചിൽ നടത്തിയതോടുകൂടി തന്നെ വിൻസിക്ക് മാത്രമാണ് ഇതിലെ നഷ്ടം വരിക എന്നുള്ളത്. ഷൈനെ പോലെയുള്ള നടനേക്ക് മലയാള സിനിമയ്ക്ക് ആവശ്യമുണ്ടെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ശരിക്കും ഒരു തരത്തിൽ ഇദ്ദേഹം പറയുന്ന വെച്ച് നോക്കുമ്പോൾ ശരിയാണല്ലേ. ഇവിടെ വിൻസി തുറന്നു പറഞ്ഞതുകൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാകുന്നതും ഈ ഒരു നടിക്ക് മാത്രമാണ്. കാരണം ഈ ഒരു സിനിമാ മേഖലയിലെ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ മാത്രമല്ല, നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് താരങ്ങളുണ്ട്. അവരൊക്കെ ഈ ഒരു പുറം ലോകത്ത് എപ്പോൾ വരും എന്നറിയില്ല. എന്നിരുന്നാലും ശരി, അവർക്കൊക്കെയാണ് ഡിമാൻഡ് കൂടുതലും. അപ്പം ഈ ഒരു തുറന്നു പറച്ചിൽ നടത്തിയ വിൻസിയുടെ ജീവിതം അല്ലെങ്കിൽ ആ കരിയർ ഇവിടെ അവസാനിക്കുമോ എന്നുള്ള ആശങ്ക തന്നെയാണ് ഒട്ടുമിക്ക ആളുകൾ പറയുന്നത്. ശാന്തിവിള ദിനേശ് കൊടുത്ത ആ ഒരു പ്രതികരണം ഇങ്ങനെയാണ്: സിനിമാ സെറ്റുകളിൽ ഷാഡോ പോലീസ് വരാൻ പാടില്ല എന്ന് ആദ്യം പറഞ്ഞത് ബി ഉണ്ണികൃഷ്ണനാണ്. അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്ന ആളല്ല. പിന്നെ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാകുന്നുമില്ല. ഫിലിം ചേംബർ ആദ്യം മുതൽക്കേ പറയുന്നത് സെറ്റുകളിൽ ഷാഡോ പോലീസ് വരട്ടെ എന്നാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ഗുണ്ടയായ ഓം പ്രകാശ് താമസിക്കുന്ന 7 സ്റ്റാർ ഹോട്ടലിൽ വെളുപ്പിന് ഒരു നടി ചെന്ന് ഉറങ്ങാൻ കിടന്നു എത്രേ. അത് നമ്മൾ കണ്ട ഒരു വാർത്തയാണല്ലേ. ആ ഒരു നടിയും നടനും ആരാണെന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ആ ഒരു വാർത്ത സെൻസേഷനായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നത്. ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങിപ്പോയത്രേ. പോലീസ് കേസും എടുത്തില്ല. പോലീസ് പറയുന്നത് ആ നടിക്കെതിരെ യാതൊരു തെളിവുമില്ല എന്നാണ്. അത് അങ്ങനെ തന്നെയാണ്. ആ ഒരു വലിയ സെൻസേഷണൽ ന്യൂസ് ഉണ്ടായിരുന്നിട്ടും അവസാനം ആ ഒരു നടിക്കെതിരെ ഒരു തെളിവുമില്ല എന്ന് തന്നെയാണ് ലാസ്റ്റ് ഘട്ടത്തിലെ ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നത്. ചില നടന്മാരും സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ക്യാമറാമാൻമാരുമുള്ള സെറ്റുകളിൽ ലഹരി ഉണ്ടെന്ന് സിനിമാക്കാർക്ക് അറിയാം. അത് സിനിമാക്കാർക്ക് മാത്രമല്ല, സാധാരണ ജനങ്ങൾക്ക് പോലും അത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആ സെറ്റുകളിൽ ഷാഡോ പോലീസിനെ ഇറക്കി ഒരു 5 കാരവൻ പൊക്കാമെങ്കിൽ മലയാള സിനിമയിലെ ലഹരിക്ക് ഒരു അറുതി ഉണ്ടാക്കാൻ പറ്റും. അപ്പം വലിയൊരു വെളിപ്പെടുത്തൽ തന്നെയാണ് ശാന്തിവിള ദിനേശ് ഇവിടെ പറയുന്നത്. അല്ലാതെ അമ്മ സംഘടനയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവരാരും അമ്മയിൽ അംഗങ്ങളൊന്നും അല്ലല്ലോ. ഷൈൻ ടോം ചാക്കോയ്ക്ക് ഈ അടുത്താണ് ഒരുപാട് ചർച്ചകൾക്ക് ശേഷം അംഗത്വം കൊടുത്തത്. എങ്കിലും അമ്മ വിചാരിച്ചാലൊന്നും ഒന്നും ചെയ്യാനാകില്ല. അതായത് അമ്മ സംഘടന എന്ന് പറയുന്നത് വെറും ഡമ്മി സംഘടനയാണ് എന്നാണോ ഇദ്ദേഹം ഉദ്ദേശിച്ചത്? പരാതി നൽകിയ പെൺകുട്ടി അന്ന് തന്നെ പറയണമായിരുന്നു ഇയാളുടെ കൂടെ അഭിനയിക്കാൻ പറ്റില്ല എന്നും. ഇന്റേണൽ കമ്മിറ്റിയിൽ അന്ന് തന്നെ പരാതി കൊടുത്ത് കല്ലും നെല്ലും തിരിക്കണമായിരുന്നു. ഈ ഒരു കാര്യത്തിൽ പോയിന്റ് ഔട്ട് ആണ് കേട്ടോ. ഈ ഒരു പരാതി കൊടുത്ത നടിക്ക് അന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അന്ന് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് കല്ലും നെല്ലൊക്കെ തിരിക്കാമായിരുന്നല്ലോ. മാസങ്ങൾക്ക് ശേഷം ഒരു പള്ളിയുടെ പരിപാടിയിൽ ചെന്ന് നിന്ന് 10 ആളുടെ കയ്യടി കിട്ടാൻ വേണ്ടി അവിടെ ചെന്ന് നിന്നല്ല പറയേണ്ടത്. ഞാൻ അഭിനയിച്ച സിനിമയുടെ സെറ്റിൽ ഒരു നടന്റെ വായിൽ നിന്ന് വെള്ളപ്പൊടി വീണു എന്ന് അന്ന് പറയണമായിരുന്നു. ശരിക്കും വിൻസി ഇവിടെ ആ ഒരു നടന്റെ പേരോ അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ ഒരു കാര്യം ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ലായിരുന്നു. അത് പറയാതെയാണ് പുള്ളിക്കാരി ഇത്തരം കാര്യങ്ങൾ ഒരു പരാതി കൊടുത്തത്. പക്ഷേ ഇത് നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അത് പുറത്തു വന്നത് ആരോ ലീക്ക് ചെയ്തു എന്നാണ് വിൻസി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിൻസി ഇപ്പോൾ ആ പരാതി പിൻവലിക്കാനുള്ള തീരുമാനത്തിനുമാണ്. ഈ പ്രശ്നത്തിൽ നഷ്ടം വരുന്നത് വിൻസി അലോഷ്യസിന് മാത്രമായിരിക്കും. വലിയും കുടിയുമുള്ള ഒരുത്തിന്റെ സിനിമയിലേക്ക് ഇനി ഈ കുട്ടിയെ വിളിക്കില്ല. സംസ്ഥാന അവാർഡൊക്കെ വാങ്ങിയ നടിയാണ് അവർ. ഈ തുറന്നു പറച്ചിലിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു നഷ്ടവും വരില്ല. കാരണം ഒരു പടം ഓടിയാൽ അടുത്ത പടത്തിന് കോടികൾ ചോദിക്കുന്ന ആളുമല്ല അയാൾ എന്നാണ് പറയുന്നത്. പൈസയ്ക്ക് വേണ്ടി വാശി പിടിക്കുന്ന ആളുമല്ല. സെറ്റിൽ കൃത്യസമയത്ത് വരുന്ന ആളാണ്. സെറ്റിൽ നന്നായി പെരുമാറുന്ന ആളാണ്. നന്നായി അഭിനയിക്കുന്ന ആളാണ്. അപ്പം ഷൈൻ ടോം ചാക്കോയെ കുറിച്ച് പറയുന്ന ചില പോസിറ്റീവ് കാര്യങ്ങളാണ് ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾക്ക് വലിയ നഷ്ടമുണ്ടാകില്ല എന്ന് തന്നെയാണ് ശാന്തിവിള ദിനേശ് പറയുന്നത്. അങ്ങനെ ഒരാൾക്ക് നഷ്ടം വരാൻ സാധ്യതയില്ല. കാരണം അയാളെ മലയാള സിനിമയ്ക്ക് ആവശ്യമുണ്ട്. കുറുപ്പ് പോലൊരു പടത്തിൽ ദുൽഖറിനേക്കാളും മനോഹരമായിട്ട് അഭിനയിച്ചത് അയാളാണ്. അയാളെ സിനിമയ്ക്ക് ആവശ്യമുണ്ട്. തുറന്നു പറച്ചിലുകൊണ്ട് നഷ്ടം വിൻസിക്ക് മാത്രമായിരിക്കും. അവരെ വിളിച്ച് അഭിനയിപ്പിച്ചാൽ 10 ദിവസങ്ങൾക്ക് ശേഷം നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ സാധ്യതയുണ്ടെന്ന് കരുതി അവരെയും വിളിക്കാതിരിക്കാനാണ് സാധ്യത. അത് ശരിയാണ് കേട്ടോ. ഈ ഒരു പോയിന്റ് ശാന്തിവിള ദിനേശ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു കേസിൽ നടി കേസായ അതിജീവിതയുടെ കാര്യവും ശാന്തിവിള ദിനേശ് പറയുന്നുണ്ട്. ആ ഒരു അതിജീവിതയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. കേരളം മുഴുവനും പിന്തുണച്ച ആളായിരുന്നു ദിലീപ് കേസിലെ അതിജീവിത. തേനും പാലും ഒഴുക്കിയാണ് മലയാള സിനിമ അവർക്ക് വേണ്ടി സംസാരിച്ചത്. മോളെ പെങ്ങളെ വന്നേ ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ സഹകരിപ്പിച്ചിരുന്നെങ്കിൽ മലയാള സിനിമയിലെ ഏറ്റവും തിരക്കുള്ള നായിക ആ ഒരു പെൺകുട്ടി ആയേനെ. അവർ ഈ കേസിന് ശേഷമുള്ള 6 വർഷം എത്ര സിനിമയിൽ അഭിനയിച്ചു എന്നൊന്ന് അന്വേഷിച്ചു നോക്കണം. ഒരുത്തരും വിളിച്ചിട്ടില്ല.
പിന്തുണച്ചവരൊക്കെ ആ വഴിക്ക് അങ്ങ് പോയി. വിൻസിമാർക്കും അതുണ്ടാകാനാണ് സാധ്യത. കറക്റ്റ് പോയിന്റ് ആണ് കേട്ടോ. ഈ ഒരു കേസ് വന്നതുകൊണ്ട് തന്നെ അതിജീവിതയ്ക്ക് എത്ര സിനിമയുണ്ടെന്ന് നമ്മൾ അന്വേഷിക്കാൻ പോയാൽ ശരിക്കും പറഞ്ഞാൽ വിരലിലെണ്ണാവുന്നതേ കാണത്തുള്ളൂ. അതുപോലൊരു അനുഭവം തന്നെയാണ് വിൻസിക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നിവിടെ ശാന്തിവിള ദിനേശ് എടുത്ത് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ എടുക്കുന്ന അടുത്ത 10 പടത്തിലേക്ക് വിൻസിയെ ബുക്ക് ചെയ്യട്ടെ അവർ. നേരെ വാ നേരെ പോ എന്ന് ജീവിക്കുന്ന, നന്നായി അഭിനയിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് ഞങ്ങൾ അവസരം കൊടുക്കുമെന്ന് പറയട്ടെ. പറയില്ല. അതുകൊണ്ട് തന്നെ നഷ്ടം വിൻസിക്ക് തന്നെയാണ്. സെറ്റിൽ ലഹരി ഉപയോഗിക്കുന്ന നിരവധി പേരെ താൻ കണ്ടിട്ടുണ്ട്. പഴയ നടന്മാരിൽ പലരും മദ്യപിക്കാറുമുണ്ട്. എന്നാൽ ഷൂട്ടിങ്ങിനെ ബാധിക്കുന്ന രീതിയിലൊന്നും ചെയ്യാറില്ല. ഇതാണ് ശാന്തിവിള ദിനേശ് ആ ഒരു പ്രമുഖ മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞ പ്രസക്ത ഭാഗങ്ങൾ. ഇനിയുമുണ്ട്. അതിലെ ഈ ഒരു വിൻസി അലോഷ്യസും അതിജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണല്ലേ. ഒരു കൈ നോക്കുമ്പോൾ വിൻസിക്ക് മാത്രമാണ് ഇവിടെ നഷ്ടം വരുന്നത്. ഷൈനെ പോലുള്ള നടന്മാർക്ക് അതൊരു പുത്തിരിയല്ല. എനിക്ക് തോന്നുന്നു മുൻപും ഷൈൻ ഒരുപാട് തവണ ഇത്തരം കേസുകളിൽ അകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിനുശേഷവും ഷൈന് സിനിമകൾ കിട്ടിയിട്ടുണ്ട്. എടുത്തു നോക്കുമ്പോൾ കുറുപ്പ് എന്ന സിനിമ തന്നെയാണ് വലിയ രീതിയിലൊരു പ്രാധാന്യം തന്നെയാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കിട്ടിയ ആ ഒരു CCTV ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു ഹോട്ടൽ മുറിയിൽ നിന്നൊക്കെ ഇറങ്ങി ചാടി ഓടിപ്പോയി എന്നൊക്കെ പറയുന്ന ആ ദൃശ്യങ്ങൾ ശരിക്കും അതൊരു എന്താ പറയുക, ഒരു പുല്ലുവില പോലെയാണ് നമ്മൾ ഷൈൻ അത് കാണുന്നത്. അദ്ദേഹത്തിന്റെ ആ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയാൽ പോലും അതിനെപ്പറ്റി സ്റ്റോറി ഇട്ടിരിക്കുന്നതിന് അതിനേക്കാളും ബഹുരസം. എന്തായാലും ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ട് തന്നെ നടിമാർക്ക് ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് പല നടിമാരും പലതും പറയാൻ വിമുഖത കാണിക്കുന്നത്. പഴയകാല നടിമാരെ കുറിച്ച് നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ പഴയകാല നടിമാർക്കും ഇതേ അനുഭവം, സെയിം അനുഭവം തന്നെ ഉണ്ടായിട്ടുണ്ട്. അവരും ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ അനുഭവിച്ചു. പക്ഷെ അന്നൊന്നും ഇത് പുറത്തു പറയാൻ അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ധൈര്യം ഉണ്ടാവുക മാത്രമല്ല, താൻ ഒരു വാക്ക് മറ്റൊരാൾക്കെതിരെ പറഞ്ഞാൽ അന്ന് സിനിമാ ഫീൽഡിൽ താൻ ഔട്ടാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടും അല്ലെങ്കിൽ എന്താ പറയുക കുടുംബത്തിന്റെ പശ്ചാത്തലമൊക്കെ കൊണ്ട്, നിവർത്തികേട് കൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത്. ആ ഒരു നിലയിലേക്കാണ് ഇപ്പോഴത്തെ തലമുറ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കുറേയേറെ പേരെങ്കിലും പ്രതികരിക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ പ്രതികരിച്ചാലുള്ള ഫലം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എന്താ പറയുക വിലക്കുകൾ തന്നെയാണ്.